വരിയായിട്ട് ആൾക്കാരെ കാത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ കുതിരകൾ. നമസ്കാരം. ഇന്ന് നമ്മൾ പോകുന്നത് ഗംഗാ രാജവംശത്തിൻ്റെ തീർത്ഥാടന കേന്ദ്രമായ ശ്രീരംഗപട്ടണത്തിലോട്ടാണ്. പിന്നീട് വിജയനഗര സാമ്രാജ്യത്തിൻ്റെയും ടിപ്പു സുൽത്താൻ്റെയും അധീനതയിലായ ഈ ഒരു ചരിത്ര സ്മാരക നഗരത്തിൻ്റെ ഇന്നത്തെ കാഴ്ചകളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് ബാംഗ്ലൂരിനടുത്തുള്ള രാംനഗര എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ രാംനഗര എന്ന പേര് വന്നത് രാമായണത്തിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ആ ഒരു ഐതിഹ്യത്തിൻ്റെ പേര് പറഞ്ഞിട്ട് തന്നെയാണ് ഈ ഒരു സ്ഥലം വന്നത്. ഇവിടെയെല്ലാം രാംനഗര ഹിൽസ് എന്ന് പറയും. നമ്മളങ്ങനെ യാത്ര ചെയ്ത് ശ്രീരംഗപട്ടണത്തിലെ ആദ്യത്തെ ഗേറ്റിന് മുന്നിൽ എത്തിയിരിക്കണം കേട്ടോ. ഇതാണ് എലഫൻറ്റ് ഗേറ്റ് അല്ലെങ്കിൽ ബാംഗ്ലൂർ ഗേറ്റ് എന്നൊക്കെ പറയുന്നതാണ് ഈ ഒരു കെട്ടിടത്തിൻ്റെ ഈ ഒരു ഭാഗം. അവിടെ നിന്ന് തിരിച്ച് ഉള്ളിലോട്ട് വേറൊരു ഗേറ്റ് കൂടിയുണ്ട്. പണ്ട് ആനകളെ വരെ കൊണ്ടുവന്നിരുന്ന ഗേറ്റാണ് കേട്ടോ. ഇതിന് സൈഡിലായിട്ട് ഇപ്പോഴും പഴയ വാതിലുകളും കോട്ടയുടെ ഭാഗങ്ങളെല്ലാം കാണാൻ കഴിയും. കാവേരി നദിയിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപ് സമൂഹമാണ് ശ്രീരംഗപട്ടണം. തന്ത്രപ്രധാനമായ ഒരു കോട്ട പണിതുകയും അതിനകത്തുള്ള ഒരു നഗരപട്ടണം കൂടിയാണ് ഈ ശ്രീരംഗപട്ടണം. ഇതൊരു ദ്വീപാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല. അത്രയും വലിയൊരു പട്ടണമായിട്ടാണ് ഇന്നും അത് നിലനിർത്തി പോരുന്നത് കേട്ടോ. ഇതൊക്കെ പഴയ പള്ളികളാണേ. ഇപ്പോഴും ഈ പട്ടണത്തിനകത്ത് കയറുമ്പോൾ തന്നെ പഴയ ബിൽഡിങ്ങുകളും പഴയ പട്ടണത്തിൻ്റെ ആ പ്രതാപത്തിലുള്ള കുറേയേറെ കെട്ടിടങ്ങളും നമുക്ക് കാണാൻ പറ്റും. കുറേയേറെ മാറ്റിപ്പൊളിച്ച് ഇപ്പോൾ പുതിയ രീതിക്കുള്ള കടകളും കമ്പോളങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തത് നമ്മളല്ല. അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ടെമ്പിളിൽ ശ്രീരംഗം ടെമ്പിളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ത്രിവേണി സംഗമത്തിൽ കുളിച്ചിട്ട് വേണം പോകാമെന്ന്. അപ്പോൾ അതിനായിട്ട് ഞങ്ങളിവിടെ കാർ പാർക്ക് ചെയ്തു. കാർ മുന്നിലാണ് കേട്ടോ ശരിക്കും പാർക്കിങ്. പക്ഷേ ഞങ്ങളിവിടെ അടുത്ത് വരെ വന്നു. ഇവിടെയൊക്കെ ഫ്രണ്ടിനെ അറിയാം ഈ സ്ഥലം. അതുകൊണ്ട് ഇങ്ങ് അടുത്ത് വരെ വന്നിട്ട് ഇതിൻ്റെ ബാക്കിലാണെന്നാണ് പറഞ്ഞത് ത്രിവേണി സംഗമം. ഇത് കണ്ടില്ലേ, പണ്ടത്തെ വാട്ടർ ജയിലിൻ്റെ ഭാഗങ്ങളാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ആ ഒരു ഇതൊക്കെ ഉണ്ട് കോട്ടയുടെ. പിന്നെ അതുപോലെ തന്നെ ഗൺ പോയിൻറ്റുകളും എനിക്കിവിടെ കാണാൻ പറ്റും. ആ ചെറിയ ചെറിയ ഹോളുകൾ കാണുന്നുണ്ടോ? ഇതന്നെയാണ് തോന്നുന്നു മിക്കവാറും വാട്ടർ ജയിലും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കന്നഡത്തിൽ എഴുതിയ കാരണമാണ് നമുക്കറിയാത്തത്. അങ്ങോട്ട് നോക്കണമെങ്കിലും അതുപോലെ തന്നെ കോട്ടയുടെ ബാക്കി ഭാഗങ്ങളാണ് കേട്ടോ അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ത്രിവേണി സംഗമത്തിൽ പോയി കുളിക്കുന്ന കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ച് അമ്പലത്തിലും എല്ലാം പോയിട്ടൊന്ന് വരാം. ഇവിടെ ഒരു ഗണേശ ടെമ്പിളുണ്ട്. ഇത് അങ്ങോട്ട് പോകണമെങ്കിൽ അവിടെയാണ് കേട്ടോ പുഴ വരുന്നത്. ഇങ്ങോട്ട് കുറേ കടകളൊക്കെ നമ്മൾ ഏതൊരു സ്ഥലത്ത് പോയാലും കാണുന്നത് പോലെ തന്നെ സോവറിൻ ഷോപ്പുകളാണ് ഉള്ളത്. പിന്നെ ഭക്ഷണത്തിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ബിൽഡിങ്സും അതുപോലെ അമ്പലങ്ങളൊക്കെയാണ് കേട്ടോ. അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഫ്രണ്ട്സ്. അപ്പോൾ അവരിതാ ഇങ്ങോട്ട് പോയിട്ട് അവർ കുറച്ച് റിച്വൽസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് വന്നാണ് കേട്ടോ ഇവിടെ ത്രിവേണി സംഗമം അല്ലേ? ത്രിവേണി സംഗമം എന്നാണ് പറയുന്നത്. കുറേ ഭിക്ഷാടനത്തിന് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. നമ്മൾക്ക് ഒരാൾക്ക് കൊടുത്തു തുടങ്ങിയപ്പോൾ തന്നെ കുറേ പേര്, നമുക്ക് ഇത്രയും പേർക്ക് കൊടുക്കാനുള്ള നമ്മുടെ ഇല്ല. അപ്പോൾ അത് കണ്ടില്ലേ, ഇതാണ് പുഴ കേട്ടോ. എൻ്റെ അമ്മേ നല്ല വെയിലുണ്ട്. ഇവിടെ ആർക്കും മലയാളം അറിയില്ല, അത് കാരണം കുഴപ്പമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നതിൽ എനിക്കൊരു മടിയുമില്ല. ഭയങ്കര വെയിലാണ് കേട്ടോ പുഴയിൽ. പക്ഷേ ഇഷ്ടംപോലെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. അന്ന് കാലത്തുണ്ടായിരുന്ന കുറേ റിച്വൽസ്, അതായത് ഓരോ ചടങ്ങുകൾ ചെയ്യുന്ന അമ്പലങ്ങളാണ് കേട്ടോ. ഇതൊക്കെ അന്ന് തൊട്ടേ ഉള്ളതാണ്. അതിങ്ങനെ നിലനിർത്തി പോരുന്നുണ്ട്. പിന്നെ അതിൽ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ടില്ല. ഒരു പൂജാരി അങ്ങനെയൊന്നും വരാറില്ല. പക്ഷേ എല്ലാവരും പോയി അതിൽ അർച്ചനകൾ അർപ്പിക്കാറുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ വേറെ എന്തോ ഒരു പൂജ ചെയ്യുക കേട്ടോ. രണ്ടുപേരും ഇത് കിടന്ന് ഇങ്ങനെ കുറേ പൂക്കളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ ഒരു സൈഡാണെങ്കിൽ കുറച്ച് പേര് കുളിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പിതൃക്കൾക്ക് ഇങ്ങനെയുള്ള എന്താ പറയുക, മരിച്ചുപോയ പിതൃക്കൾക്ക് ഇങ്ങനെ അർപ്പിക്കുന്ന ചടങ്ങല്ലേ, അതൊക്കെ ഇവിടെയുണ്ട് കേട്ടോ. അതും ചെയ്യാറുണ്ടെന്നാണ് പറഞ്ഞത്. അത് നമ്മളുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ച് കുറേ പേര് വരും, ഇത് ചെയ്യണോ, ഇങ്ങനെ ഞങ്ങൾ പൂജ ചെയ്ത് തരണോ എന്നൊക്കെ. അപ്പോൾ വേണമെന്നുള്ളവർക്ക് ചെയ്യാം, അങ്ങനെയാണ് കേട്ടോ. ആ നടുക്ക് എന്താണാവോ ഒരു അമ്പലം പോലെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് നല്ല ശക്തിയിലാണ് കേട്ടോ. ഇപ്പം മഴക്കാലമല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. നോക്കി ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്, നല്ല ശക്തിയിൽ ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങോട്ടും ആൾക്കാർ പോകുന്നുണ്ട്. ഒന്ന് മീൻ പിടിക്കുകയാണോ അറിയില്ല കേട്ടോ. അവിടെ ഒരു റെയിൽവേ സ്റ്റേഷനും മറ്റേ ഇതൊക്കെ ഉണ്ട്. പാലമൊക്കെ കണ്ടോ? ഇവരൊക്കെ കുളിക്കാൻ ഇറങ്ങി കേട്ടോ. ഇത് ട്രെയിന് പോകുന്നു കേട്ടോ പാലത്തിലൂടെ.
ഒക്കെ ഇറങ്ങാൻ പോകട്ടാ. ഞാൻ അതല്ല ആലോചിക്കുന്നത്, ഇവിടെ ത്രിവേണി സംഗമം പറഞ്ഞ 3 നദികൾ ഇവിടെ എല്ലാം ചേർന്ന് ഒറ്റ നദിയായിട്ടാണല്ലോ വരുന്നത്. അറിയില്ല കേട്ടോ, നമുക്ക് നോക്കാം, ഡാഡിൻ്റെ അടുത്ത് ചോദിക്കാം. എൻ്റെ പുറകെ കാണുന്നതാണ് ടിപ്പു സുൽത്താൻ്റെ കോട്ടയും ജയിലും ഒക്കെ. അപ്പോൾ അങ്ങോട്ടൊക്കെ കുറേ ഉണ്ട്, അതിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. ഇവിടെ ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് 8 പണി കൊടുക്കൊണ്ടേ ഇരുന്ന സ്ഥലമാണ്. ഇതിലൊക്കെ ടിപ്പു സുൽത്താനെ സമ്മതിച്ച പറ്റും. ബ്രിട്ടീഷുകാർക്ക് ഇമാതിരി തലവേദനയൊക്കെ മൂപ്പരെ കഴിച്ചിട്ട് വേറെ ഒരാളുള്ളൂ. അതിനൊക്കെ ടിപ്പുവിനൊരു സ്ഥലമൊക്കെ ഇപ്പോൾ വന്നാലും അവർക്ക് ടിപ്പുവിനെ ഭയങ്കര ദേഷ്യം മാറപ്പെടും. എന്താ വെച്ച് കഴിഞ്ഞാൽ ടിപ്പു അമ്മാതിരി പണിയാണ് അവർ കൊടുക്കുന്നത്. അങ്ങനെ ത്രിവേണി സംഗമത്തിലെ കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ അങ്ങ് അമ്പലത്തിലോട്ട് പോണേ. ഒരു കാലത്തിൽ പ്രതാപത്തിലിരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇതെല്ലാം. ടിപ്പു സുൽത്താനും അതുപോലെ തന്നെ വിജയനഗര എംപയറും രണ്ടുപേരും ഒരുപോലെ തന്നെ പ്രതാപത്തോടെ കൊണ്ടു നടന്ന ഒരു സ്ഥലമാണ്. പിന്നീട് അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ വന്നപ്പോഴാണ് ആകെ മൊത്തം കുളമാക്കിയിട്ട് ഇവിടെ മൊത്തം പൊളിച്ചടുക്കി അപ്പോൾ ഒന്നുമില്ലാത്ത ഒരവസ്ഥയാക്കിയത്. അല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൗഢി തന്നെ ശരിക്കും പറഞ്ഞാൽ കർണാടകയുടെ ഒരു മെയിൻ അട്രാക്ഷൻ ആയിരുന്നു ഇവിടെ. ഇവിടെയും കുറേ കുടുംബങ്ങൾ ഇങ്ങനെ പൂജ ചെയ്യുന്നുണ്ട് കേട്ടോ. ശേഷക്രിയകളാണ് കൂടുതലായിട്ടും ഉള്ളത്. ഇതൊക്കെ ആ ജയിലിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രധാന പ്രശ്നം എന്താണെന്നറിയോ, അങ്ങോട്ട് പോകുന്ന അവിടെയൊക്കെ പുല്ല് വളർന്നിട്ടിരിക്കുക കണ്ടില്ലേ. ഇവിടെയൊക്കെ പുല്ല് വളർന്നിരിക്കുന്നവരെ നമുക്ക് അവിടെ പോയി വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല, ചുമ്മാ പുറത്തു നിന്ന് കാണണം. അതിനേക്കാളും നല്ല പോകാണ്ടിരിക്കുന്നത് കരുതി ഞാൻ പോകുന്നില്ല കേട്ടോ. ആ കോട്ടയുടെ ബാക്കി ഭാഗങ്ങളാണ്, വാട്ടർ ജയിലിൻ്റെയൊക്കെ ഒരു ഭാഗങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഇത്രയൊന്നുമല്ല, ഇതിനേക്കാളും ഉണ്ട് വേറെ സ്ഥലങ്ങളിലാണ് അതൊക്കെ നമുക്ക് വഴിയെ കാണാം. ഇനി നമ്മൾ ശ്രീരംഗ സ്വാമി ക്ഷേത്രത്തിൽ പോകണം. അവിടെ പോയി തൊഴുതിയിട്ട് നേരെ അങ്ങോട്ട് പോകും കേട്ടോ. നമ്മൾ ആ പുഴയോരത്ത് കണ്ടത് ടിപ്പു സുൽത്താൻ്റെ പാലസിൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ. വാട്ടർ ജയിൽ കുറച്ചുകൂടി അപ്പുറത്താണെന്ന് പറഞ്ഞത്. ഇപ്പോൾ വന്നിരിക്കുന്നത് രംഗനാഥ സ്വാമി ക്ഷേത്രവും അതിൻ്റെ കൊട്ടാര പഴയ ആ ഇതാണ് കേട്ടോ. അപ്പോൾ അവിടെ വരികയാണെങ്കിൽ വലിയൊരു പാർക്കിംഗ് ഉണ്ട്. ഇത് പാർക്കിംഗ് ആണ്. ഇവിടുന്ന് നേരെ ഇതാണ് കേട്ടോ ടെമ്പിളിലോട്ടുള്ള റോഡ്. കുറേ കുതിര സഫാരികൾക്കുള്ള കുതിരകൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. വരിയായിട്ട് ആൾക്കാരെ കാത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ കുതിരകൾ. ഇതാണ് രംഗനാഥ സ്വാമി ക്ഷേത്രം. അതിൻ്റെ എൻട്രൻസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും 2 സൈഡിലായിട്ടും സോവറിൻ ഷോപ്പുകൾ, ഇങ്ങനെ ക്രാഫ്റ്റ് ഷോപ്പുകളൊക്കെ ആയിട്ട് ടോയ്സ്, പിന്നെ ഫ്രൂട്ട്സ്, കരിക്ക് അങ്ങനെയൊക്കെ ഉള്ള ഷോപ്പുകളാണ് 2 സൈഡുള്ളത്. ഇതെന്താ തുളസി മാലയാണ് കേട്ടോ. ഇപ്പം നമ്മുടെ മുന്നിലായിട്ട് ക്ഷേത്ര ഗോപുരം കാണാം. അതിൻ്റെ സൈഡിലായിട്ട് വേറെ ഒരു മണ്ഡപങ്ങളൊക്കെ ഇങ്ങനെയുണ്ട്. നമുക്ക് എന്തായാലും അകത്ത് കയറാം. വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. നമ്മുടെ ചപ്പലൊക്കെ അഴിച്ച് വയ്ക്കാനുള്ള സൗകര്യമുണ്ട്. വെച്ചിട്ട് പോകാം കേട്ടോ. നമ്മുടെ ടോക്കൺ നമ്പർ പറഞ്ഞാലും പൈസയൊന്നുമില്ല. ക്ഷേത്ര ഗോപുരം എത്തി. മുന്നിലായിട്ട് നിറയെ തുളസിമാലയും മറ്റുള്ളതൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, പൂക്കളൊക്കെ. ക്യൂ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. കണ്ടില്ല, ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറേ ആൾക്കാർ ഗൈഡ് വേണമെന്നൊക്കെ ചോദിച്ചിട്ട് വരുന്നുണ്ട്. അങ്ങോട്ട് നോക്കണേ ഒരു രഥത്തിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. രഥം ഇങ്ങനെ ഉള്ളിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് എന്താണെന്ന് അറിയില്ല. ഇങ്ങോട്ട് ചെറിയൊരു ക്യൂ, അത്യാവശ്യം വലിയൊരു ക്യൂ തന്നെയാണ്. അപ്പോൾ ഇതാണ് സ്വാമിയുടെ ഇത്. നമ്മൾ അങ്ങോട്ട് പോകാം കേട്ടോ. ഈ കരിങ്കല്ല് കൊണ്ട് അമ്പലം പണിയുന്നതിൻ്റെ ഗുണം ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നമ്മൾ നിൽക്കുന്നത് നല്ല ചൂടിലാണേ, പക്ഷെ അതിനകത്ത് പോകുമ്പോൾ ഒരു AC-യുടെ ഫീലിങ്, തണുപ്പ്, ഭയങ്കര തണുപ്പ്. പിന്നെ ഇങ്ങോട്ടൊക്കെ നോക്കണേ അതുപോലത്തെ തന്നെ വലിയ വലിയ കരിങ്കല്ലിലുണ്ടാക്കിയ ഗോപുരങ്ങളാണ്, വലിയ വലിയ ക്ഷേത്ര ഗോപുരങ്ങളാണ് കേട്ടോ. ഓക്കെ, ഇവിടെ നിന്ന് കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, ഫ്രീ എൻട്രി. എന്തായാലും നോക്കട്ടോ ഉള്ളിൽ പോയിട്ട്. പക്ഷെ നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ അതിനകത്ത്. നമ്മൾ സ്പെഷ്യൽ എൻട്രി എടുത്തോട്ടോ. ഒരാൾക്ക് 50 രൂപ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ ക്യൂ ആണേ, നമ്മളവിടെ എത്തുമ്പോഴേക്കും വൈകും.
അപ്പോൾ എന്താ വെച്ചാൽ സ്പെഷ്യൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞു. അതിന് അങ്ങനെ പോകാം കേട്ടോ. അതാണ് നമുക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റുന്നുണ്ട്. ഓരോ തൂണുകളും ഓരോ ഷേപ്പാണ് കേട്ടോ. പിന്നെ ഈ തൂണുകളിൽ ഈ കോർണറിലൊരു ഇതുണ്ട്, ഇവിടെ ദിയ വെക്കാനുള്ളത് കേട്ടോ. തിരി വെച്ചിട്ട് ഇങ്ങനെ എണ്ണ വെച്ച് വെക്കേണ്ടത്. അതെല്ലാ തൂണിലും ഉണ്ട് കേട്ടോ. നോക്കിയേ, ജിയോഗ്രഫി പറ്റില്ല, അതുകൊണ്ട് എടുത്തില്ല. പിന്നെ ഇവിടെ അടുത്ത് പ്രസാദം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ തുളസിമാരൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ എടുക്കാം. പിന്നെ കുറേ പേര് ഇവിടെ ഇരുന്ന് ഇങ്ങനെ നമുക്ക് ജപിക്കാം കേട്ടോ. നാമം ജപിച്ച് തപസ്സിരിക്കുന്ന പോലെ ഇരിക്കാം. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇതിനകത്ത് നല്ല ക്ലൈമറ്റാണ് കേട്ടോ. ആ കാലഘട്ടത്തിൽ ഇത്രയും വലിയ തൂണുകളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ മേൽക്കൂരിയിലൊക്കെ കൊത്തുപണികളുണ്ട്, ഒരുപാട് അമ്പലങ്ങളൊക്കെ ഉണ്ട്. ഒരു കാലത്ത് ചിലപ്പോൾ ഇത് നല്ലൊരു പാലസ് ആയിരിക്കണം കേട്ടോ. ഇവിടെ ഒരു അമ്പലമുണ്ട്, പുറത്ത് നരസിംഹമൂർത്തിയാണെന്ന് തോന്നുന്നു. ഇതുപോലെ ഇങ്ങനെ കുറേ അമ്പലങ്ങൾ ചുറ്റുമുണ്ട്. ആ കാലത്ത് ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉണ്ടാക്കാൻ എങ്ങനെ കഴിയുമെന്ന് നോക്കി. ഇതും മതിൽ മാത്രമല്ല കേട്ടോ. നോക്കി, മേൽക്കൂരകളിൽ ഓരോരോ വെൻറ്റിലേഷനും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയാവോ അവർ? ജനലൊക്കെയാണ്. പിന്നെ ഇങ്ങനെ തൂണുകൾ, വെളിച്ചവും വെൻറ്റിലേഷനും ഒരുപോലെ കിട്ടും. പിന്നെ കുറേ പ്രതിഷ്ഠയുള്ള കുറേ അമ്പലങ്ങൾ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ. ഗംഭീര കാഴ്ചകളാണ്, കാണേണ്ട കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ മൈസൂർ വരുന്നവർ തീർച്ചയായും കാണേണ്ട ഒരു ടെമ്പിളാണ് ഈ ഒരു ക്ഷേത്രം കേട്ടോ. ഒരുപാട് കാഴ്ചകളുള്ള ഒരു ക്ഷേത്രം കേട്ടോ. എന്തായാലും തീർച്ചയായും കണ്ടിരിക്കണം. ഉള്ളിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പോലെ തന്നെയാണ് പ്രതിഷ്ഠ. വലിയൊരു പ്രതിഷ്ഠയാണ്, ഇങ്ങനെ കിടക്കുന്ന പോലെ അനന്തശൈനമില്ലേ, ആ ടൈപ്പ് പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ അകത്ത് കാണാൻ. കല്ലിൽ ഉണ്ടാക്കിയ ഒരു പാലസാണ് തോന്നുന്നു പണ്ടത്തെ. അത് നല്ല രസമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ മണ്ഡപങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് എൻ്റെ മുന്നിലായിട്ടുള്ള മണ്ഡപങ്ങളാണ്. ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ആൾക്കാർ. പിന്നെ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ തീർച്ചയായും മൈസൂർ വരുമ്പോൾ കണ്ടിരിക്കണം കേട്ടോ ഈ കാഴ്ചകളെല്ലാം. അപ്പോൾ ഞാൻ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കാഴ്ചകളെല്ലാം കാണിച്ചു തരാവേ. ഇവിടെ ഒരു ആനയുടെ ഒരു ശില്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മറ്റേ ഫൗണ്ടെയിൻ ആണെന്ന് തോന്നുന്നു, പണ്ടത്തെ ഒരു ഫൗണ്ടെയിൻ, ജസ്റ്റ് ഒരു കുളമില്ലേ അത്. ഇവിടെ മണ്ഡപം, ഇവിടെ നിന്ന് കുറേ പേര് ഫോട്ടോ എടുക്കുന്നത്. ഇവിടെയും കുറേ മണ്ഡപങ്ങളും ക്ഷേത്രത്തിൻ്റെ കോംപ്ലക്സും ആണ് കേട്ടോ ഈ സൈഡ് മുഴുവൻ. പണ്ട് കാലത്ത് രാജാക്കന്മാർക്ക് തന്ത്രപ്രധാനമായ കോട്ടകൾ പണിയാൻ പറഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സ് ആയൊരു പ്രോസസ്സായിരുന്നു. പക്ഷേ അത് ഇവിടെ ഭയങ്കര വൃത്തിയായി ചെയ്തിട്ടുണ്ട്. അത്രയും പ്രിസൈസായി ചെയ്ത ഒരു ബിൽഡിങ്ങും സമുച്ചയം എല്ലാം ആണ് കേട്ടോ ഇത്. പക്ഷേ അത് കാണാനായിട്ട് നമ്മുടെ ഇന്ത്യക്കാർ പലരും വരാറില്ല, കൂടുതലും വിദേശീയരാണ് വരുന്നത്. ഇവർ വന്നിരിക്കുന്നതും കൂടുതൽ വിദേശീയരൊക്കെ തന്നെയാണ്. പിന്നെ അമ്പലത്തിനോട് പ്രതീതിയും അതുപോലെ തന്നെ അമ്പലവുമായി ബന്ധപ്പെട്ട ആചാരവുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായും മൈസൂരിൽ കണ്ടിരിക്കേണ്ട ഒരുപാട് സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു ക്ഷേത്രവും. ഇപ്പോൾ 2:20 അപ്പോഴേക്കും നമ്മൾ കയറിയ ക്ഷേത്രം അടച്ചു, കണ്ടില്ലേ? എല്ലാവരും തിരിച്ചു പോകണം. ആ ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കണം, വലിയ ആന വരെ കയറാൻ പറ്റുന്ന ഗേറ്റ്. അപ്പോൾ 2:30 മുമ്പ് ഇവിടെ എത്തണം കേട്ടോ. 2:30 അല്ല, 2:20 മുമ്പ്, അല്ലെങ്കിൽ 2 മണിക്ക് മുമ്പ് എത്താൻ പറ്റിയ അത്രയും നല്ലത്. ഇപ്പോൾ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ കണ്ടുപോകാൻ അടിപൊളിയാണ് കേട്ടോ. പിന്നെ വല്ല സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് സമയമൊക്കെ നമ്മൾ ചിലവഴിക്കാമല്ലോ. ഇത് ലക്ഷ്മി നരസിംഹസ്വാമി ടെമ്പിൾ എന്നാണ് പറഞ്ഞത്. അത് നമ്മൾ കയറിയില്ല കേട്ടോ. സമയമുണ്ടെങ്കിൽ നിങ്ങൾ കയറി നോക്കാം. നല്ല വലിപ്പമുള്ള ക്ഷേത്രം തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവാം.